ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് റെസിപ്പിയാണ്. ഈ ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഇളനീർ ജ്യൂസ് റെസിപ്പിയാണ്. അതിൻ്റെ മുന്നേ ആയിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ കരിക്ക് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ 2 കരിക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായി 4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് കേട്ടോ വെട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത് കരിക്കും വെള്ളം ഒരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ കരിക്ക് എടുത്തിട്ട് നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം. ഇനി കരിക്കൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് ചെറുതായി കട്ടാക്കാം. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിൽ ചേർത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കിതാ കരിക്കും വെള്ളവും ഒഴിച്ചു കൊടുക്കാം. അതുപോലെ പഞ്ചസാര 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്തി കൊടുക്കുന്നത്. പോലെ ഒരു പാക്കറ്റ് പാലും ചേർത്തി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കട്ടായ പാലാണ് കേട്ടോ. ഇനി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസിയാണ് കേട്ടോ നമ്മുടെ കരിക്കും ജ്യൂസ് റെഡിയാക്കി എടുക്കാൻ. ഇനി കരിക്കും വെള്ളം നിങ്ങൾക്ക് ചില കരിക്കിലൊക്കെ കുറച്ച് വെള്ളം കിട്ടുമ്പോൾ നിങ്ങൾക്ക് സാധാരണ നമ്മുടെ ഐസ് വാട്ടറും കൂട്ടി ചേർത്തിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുത്താലും നമുക്ക് ഇതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു റീഫ്രഷിങ് ടേസ്റ്റുമായിട്ടുള്ളൊരു സൂപ്പർ ഡ്രിങ്കാണ് കേട്ടോ ഇത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായും ഇതുപോലെ ട്രൈ ആക്കി നോക്കുക. നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാടേറെ ഇഷ്ടപ്പെടുന്ന കേട്ടോ, കുട്ടികൾക്കെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. കരിക്കിൻ ജ്യൂസ് പല നമ്മൾക്ക് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കും. പക്ഷേ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കി നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് ഉറപ്പായി ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണമെന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നല്ലൊരു റെസിപ്പിയും കൊണ്ട് വീണ്ടും നാളെ 2 മണിക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.